ഒരു ഫുട്ബോൾ ടീമിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് മധ്യനിര. മധ്യനിര പാളിയാൽ ടീമിൻ്റെ ഗതി തന്നെ മാറിമറിയും. ഒരുപക്ഷെ ഒരു ടീമിൻ്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ മധ്യനിരയ്ക്ക് സാധിച്ചേക്കും. ഇക്കുറി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര എന്തുകൊണ്ടും ശക്തമാണ്. അഡ്രിയാൻ ലൂണ മുതൽ നോവാ സദേവിയടങ്ങുന്ന മധ്യനിരയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി കളത്തിലിറങ്ങുന്നത്. അഡ്രിയാൻ ലൂണയ്ക്കും നോവാ സദേവിക്കും മധ്യനിരയിൽ എന്തായിരിക്കും റോൾ? അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള KP രാഹുൽ മുതൽ ലാൽ തന്മാർ വരെയുള്ള താരങ്ങൾക്ക് പുതിയ പരിശീലനങ്ങളിൽ മധ്യനിരയിൽ ഏത് റോളായിരിക്കും കൊടുക്കുക? ഇതെല്ലാം ചേർത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലേക്കുള്ള മധ്യനിരയെ പറ്റിയുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സ്റ്റാർട്ടിംഗ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ 3 സീസണുകളിലായി ഇവാൻ യൂവോവിച്ചിന്റെ ശൈലിയായ 4-4-2 എന്ന ഫോർമേഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ സീസണിലേക്ക് വരുമ്പോൾ ആ ഫോർമേഷനിൽ വലിയൊരു മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. ഒരു ഫോർമേഷൻ മാത്രം യൂസ് ചെയ്യുന്ന പരിശീലകനല്ല മിഖായൽ സെഹ്റെ. കളിയുടെ സാഹചര്യം അനുസരിച്ച് ഫോർമേഷനിൽ മാറ്റം വരുത്തുന്ന ശൈലിയാണ് മിഖായൽ സെഹ്റയുടേത്. ആദ്യമായി നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്ന് തുടങ്ങാം. ജീക്സൺ സിംഗ്, ഫ്രെഡി ലാലങ്ങാവി, ഡാനിഷ് ഫറൂഖ്, വിപിൻ മോഹൻ, യുഹിൻ ബർഗ് ഇത്രയും താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ മിഡ്ഫീൽഡ് ഓപ്ഷനിൽ അടങ്ങുന്നത്. സെൻട്രൽ മിഡ്ഫീൽഡിൽ ഒരു ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ജീക്സൺ സിംഗ് തന്മൂലം. ജീക്സൺ സിംഗിനൊപ്പം വിപിൻ മോഹനും സെൻട്രൽ മിഡ്ഫീൽഡിൽ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഇനി മിഡ്ഫീൽഡ് വിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നോവാ സദേവും അഡ്രിയൻ ലൂണയും അവിടെയുണ്ട്. അതുപോലെ തന്നെ KP രാഹുലും ലാൽ തന്മാവിയെയും. ഇതിൽ നോവാ സദേവിനെയും KP രാഹുലിനെയും ഫോർവേഡിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള താരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ലൂണയോടൊപ്പം ലാൽ തന്മാവി വിങ്ങിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പീഡി പ്ലെയറാണ് ലാൽ തന്മാവിയെ. മധ്യനിരയിൽ ഹൈ പ്രസിംഗ് ഫുട്ബോൾ കളിപ്പിക്കുന്ന പരിശീലകനാണ് മിഖായൽ സെഹ്റെ. കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര നല്ല ശക്തമാണ്. മധ്യനിരയിൽ ഒരുപാട് നല്ല ഓപ്ഷൻസുകൾ ഇക്കുറി ബ്ലാസ്റ്റേഴ്സിനുണ്ട്. മധ്യനിര താരങ്ങൾക്ക് പുതിയ പരിശീലകൻ ഏതെല്ലാം റോൾ കൊടുക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഒരുപാട് നല്ല കൗണ്ടർ അറ്റാക്കുകൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള മധ്യനിര തന്നെയാണ് ഇക്കുറി ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഈ വരുന്ന സീസണിൽ നല്ല ശക്തമായ മധ്യനിരയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. ഈ മധ്യനിര ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് നല്ല നേട്ടങ്ങൾ അടുത്ത സീസണിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.